കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്നത് പ്രവാസ ലോകത്ത് നിന്നാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ നോക്കിയാൽ പ്രവാസികൾ അയച്ച പണത്തിന്റെ 19.7% എത്തിയത് സംസ്ഥാനത്ത് തന്നെയാണ്. അതായത് സാമ്പത്തിക സ്ഥിതി പച്ച പിടിപ്പിക്കുന്നതിൽ ഇപ്പോഴും പ്രവാസികൾക്ക് തന്നെയാണ് സ്ഥാനം. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2023-24 വർഷത്തേക്ക് രാജ്യത്തേക്ക് വന്ന പ്രവാസി പണത്തിന്റെ 19.7% കേരളത്തിലാണ്. പണം വരവ് സർവേയുടെ വിശദാംശങ്ങൾ റിസർവ് ബാങ്കാണ് പുറത്തുവിട്ടത്. 4 വർഷത്തിനിടെ കേരളത്തിന്റെ വിഹിതം 10.2%ആയിരുന്നതാണ് 19.7% വർദ്ധിച്ചത്. അതേസമയം 2 തവണയായി ഒന്നാമതുള്ള മഹാരാഷ്ട്രയുടെ വിഹിതം 35.2%-ൽ നിന്ന് 20.5%-ആയി കുറഞ്ഞു. ഫലത്തിൽ കേരളവും ഒന്നാമതുള്ള മഹാരാഷ്ട്രയും തമ്മിൽ 0.8%-ന്റെ വ്യത്യാസമേയുള്ളൂ. മൂന്നാം സ്ഥാനത്ത് തമിഴ്നാടാണ്, 10.4%. വിദേശ പഠനത്തിനായി കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം 2023-ൽ കാര്യമായി വർദ്ധിച്ചുവെന്ന് പറയുന്ന കേരള മൈഗ്രേഷൻ സർവേയും RBI ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൾഫ് ഇതര രാജ്യങ്ങളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്നുവെന്ന് തെളിയിക്കുന്നതാണ് കണക്കുകളെന്നും ലേഖനത്തിൽ പറയുന്നു. 2016-17 ഏറ്റവും കൂടുതൽ പ്രവാസി പണത്തിന്റെ വിഹിതം ലഭിച്ചിരുന്ന കേരളത്തെ 2020-21 കണക്കിലാണ് മഹാരാഷ്ട്ര മറികടന്നത്. 2016-17 വിഹിതത്തിന്റെ അതേ തോതിലേക്കാണ് കേരളം ഇത്തവണ മടങ്ങിയെത്തിയിട്ടുള്ളത്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പണ്ട് കൂടുതൽ പണം എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ US, UK പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതലും എത്തുന്നതെന്ന് സർവേ തെളിയിക്കുന്നുണ്ട്. 2023-24 ഇന്ത്യയിലെത്തിയ മൊത്തം പ്രവാസി പണത്തിന്റെ പകുതിയും US, ബ്രിട്ടൻ, സിംഗപ്പൂർ, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നായിരുന്നു. ഏറ്റവും കൂടുതൽ വിഹിതം കഴിഞ്ഞ 2 തവണയായി എത്തുന്നത് US-ൽ നിന്നാണ്. UAE 19.2%, ബ്രിട്ടൻ 10.8% എന്നിങ്ങനെയാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിലുള്ളത്. 2016-17 ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവാസി പണം നൽകിയിരുന്നത് UAE ആയിരുന്നു. ഇത് ഇക്കുറി 19.2%-ആയി കുറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുഡേ. Let's go to Nesto. Yes, not just products, but we promise great quality. Not just deals, but we assure your value for money. Yes, we are ready with all that you need. Don't miss this chance.